പാറശാല ഷാരോൺ വധക്കേസിൽ അപ്പീൽ നൽകും എന്ന് പ്രതിഭാഗം ഇപ്പോൾ അറിയിക്കുകയാണ്. ഉത്തരവിന്റെ പകർപ്പ് ലഭിച്ചതിന് ശേഷം അപ്പീൽ നൽകുന്നത് പരിഗണിക്കും എന്നാണ് പ്രതിഭാഗം അറിയിക്കുന്നത്. ശ്രീകാന്ത് കൂടുതൽ വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, അതിൽ പ്രതിഭാഗം എന്താണ് പറയുന്നത്? ഇതിന്റെ അപ്പീൽ സാധ്യതയെപ്പറ്റി പ്രാഥമിക വിവരങ്ങൾ അവർ ശേഖരിച്ചിട്ടുണ്ടല്ലോ അല്ലേ? തീർച്ചയായും വിജയകുമാർ, ഇത് ശാസ്തമംഗലം അജിത് കുമാറാണ് ഈ കേസിന്റെ പ്രതിഭാഗത്തിന് വേണ്ടി ഹാജരായത്. അദ്ദേഹത്തോട് നമുക്ക് സംസാരിക്കാൻ സാധിച്ചു. ആ ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞത് ഉറപ്പായും അപ്പീൽ നൽകും എന്നുള്ളതാണ്. അക്കാര്യത്തിൽ സംശയം വേണ്ട. ഉത്തരവിന്റെ പകർപ്പ് കൂടി കിട്ടിയ ശേഷമായിരിക്കും അപ്പീൽ നൽകുന്ന കാര്യം തീരുമാനിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. വധശിക്ഷ ഈ കേസിൽ അംഗീകരിക്കാവുന്നതല്ല എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വധശിക്ഷ കിട്ടാവുന്ന തക്ക തെളിവുകളോ സാക്ഷിമൊഴികളോ രേഖകളോ ഇല്ലായിരുന്നു എന്നാണ് പ്രതിഭാഗം ഇപ്പോഴും അവകാശപ്പെടുന്നത്. അതിനാൽ തന്നെ മേൽക്കോടതിയിലേക്ക് അപ്പീൽ പോകാൻ അവർ തീരുമാനിച്ചിട്ടുണ്ട്. ഉത്തരവിന്റെ പകർപ്പ് കിട്ടിയാലുടൻ അതിനുള്ള നീക്കം ആരംഭിക്കും എന്നും അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കുന്നു. അപ്പീൽ നൽകാനുള്ള നീക്കം പ്രതിഭാഗം നടത്തുന്നുണ്ട്. ഉത്തരവിന്റെ പകർപ്പ് കിട്ടിയാലുടൻ അതിന്റെ തുടർ നടപടികളിലേക്ക് പോകും. വധശിക്ഷ ഒരുപക്ഷെ പ്രതിഭാഗത്തിന് അപ്രതീക്ഷിതമായിരുന്നു എന്ന് തോന്നുന്നു. പ്രതിഭാഗം അതിൽ ഒരു സ്ഥിരം കുറ്റവാളി എന്ന നിലയിൽ ഗ്രീഷ്മയെ പ്രതിയെ വിലയിരുത്തും, വിചാരണ കോടതി വിലയിരുത്തുമെന്ന് കരുതിയതേയില്ല. എന്നാൽ ഇതേ കേസിൽ തന്നെ ആ പ്രതി തുടർച്ചയായി ഷാരോണിനെ ഇല്ലാതാക്കാൻ നടത്തിയ നീക്കങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് സ്ഥിരം കുറ്റവാളി ആ സ്വഭാവത്തിൽ ഈ പ്രതി പെരുമാറിയ കാര്യം സൂചിപ്പിച്ചത്. കേരളത്തിൽ 1991 ഒടുവിൽ ഒരു വധശിക്ഷ നടപ്പാക്കിയത്. ഏതാണ്ട് 39 പേർ ഇപ്പോഴും വധശിക്ഷ കാത്ത് ജയിലിൽ കഴിയുന്നുണ്ട്. അതിൽ തന്നെ 3 പേർ വനിതകളാണ് എന്ന വിവരം കൂടി ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. അതിൻ്റെ തുടർ നടപടികളൊക്കെ വിവിധ കോടതികളിലായി ഇപ്പോഴും പുരോഗമിക്കുകയാണ്.